നടത്തിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവ സന്നിധിയിലേക്ക് ദൈവവചനത്തിന്റെ മുൻപാകെ നമുക്ക് കടന്നു വരാം. നാം കവനന്റിനെ പറ്റിയാണ് പഠിച്ചത്. കവനന്റ് ദാറ്റ് ലീഡ്സ് ടുവേർഡ്സ് ലോർഡ്സ് ടേബിൾ എന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ പിന്നീട് കേൾക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യം ആദമിനോട് ദൈവം ചെയ്ത ആ കവനന്റ് നാം പഠിക്കുവാൻ ഇടയായി. പിന്നീട് നോഹയോട് ചെയ്ത കവനന്റ് നാം പഠിക്കുവാൻ ഇടയായി. ഇനി അടുത്ത 1, 2 അല്ലെങ്കിൽ 3 ആഴ്ചത്തേക്ക് ഏബ്രഹാമിനോട് ചെയ്ത കവനന്റ്, എബ്രഹാമിക് കവനന്റ് എന്ന വിഷയം ആണ് നമ്മളെ കൈകാര്യം ചെയ്യുവാനായിട്ട് തിരുസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. നാം വചനം സംസാരിക്കുമ്പോൾ, നാം ഓരോരുത്തരും വചനം സംസാരിക്കുമ്പോൾ ദൈവമാണ് നമ്മളിൽ കൂടി സംസാരിക്കുന്നതെന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ നാം ആയിരിക്കാം. വി ആർ ദ ബെനഫിഷ്യറി ഓഫ് ദ ന്യൂ കവനന്റ് ഡീഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത പുതിയ നിയമ ഉടമ്പടിയുടെ ബെനഫിഷ്യറിയാണ് നാം എല്ലാവരും. കഴിഞ്ഞ ആഴ്ച നാം ഒരു ചോദ്യത്തിന് മറുപടി ഇവിടെ പ്രസന്റ് ചെയ്യുവാനിടയായി. ഞാനൊന്ന് സമറൈസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യത്തിന് നാം മറുപടി ഇവിടെ പറയുവാനായിട്ട് ഇടയായി. എന്തുകൊണ്ടാണ് ആദമിനോട് പറഞ്ഞ ആ 5 കൂട്ടം കാര്യങ്ങൾ, 5 കൂട്ടം കമാൻഡ്സ് നോഹയോട് പറയാഞ്ഞതെന്ന് നമ്മൾ കണ്ടു. ആദമിനോട് പറഞ്ഞു, പ്രോസ്പർ, റീപ്രൊഡ്യൂസ്, ഫിൽ ദ എർത്ത്, ടേക്ക് ചാർജ് ആൻഡ് ബി റെസ്പോൺസിബിൾ. നോഹയോട് പ്രോസ്പർ, റീപ്രൊഡ്യൂസ്, ഫിൽ ദ എർത്ത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ദൈവം ആദമിന് കൊടുത്ത അധികാരം ആദം നഷ്ടപ്പെടുത്തി, ചതിയിൽപ്പെട്ട് പിശാചിന് ആ അധികാരം കൈമാറി. പിശാചിന് അധികാരം കൈമാറിയത് കൊണ്ട് ഇപ്പോൾ നോഹയോട് ദൈവത്തിന് പറയാൻ ഒക്കത്തില്ല ടേക്ക് ചാർജ്, ഫിൽ ദ എർത്ത്. കാരണം മനുഷ്യന്റെ കയ്യിൽ ഇന്ന് അധികാരമില്ല. ആ അധികാരി പിശാചായിട്ട് മാറി. അതുകൊണ്ട് ആദമിന് പാപം ചെയ്യുന്നതിന് മുമ്പ് he could take over, he could take charge and he could be responsible. എന്നാൽ അത് മനുഷ്യൻ അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി മനുഷ്യകുലത്തിൽ പെടുന്ന ആർക്കും, പിന്നീട് ജനിച്ച ആർക്കും അതിന് സാധ്യമല്ലാതെ വന്നു. until the cross of Christ, until the resurrection of Christ. അതുകൊണ്ട് തന്നെ മറ്റൊരു വലിയ മർമ്മം നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ ആദം പാപത്തിൽ വീണതിന് ശേഷം, ആദം പാപത്തിൽ വീണതിന് ശേഷം ആദമോ, നോഹയോ, അബ്രഹാമോ, മോശയോ, യെശയ്യാവോ, ദാവീദോ, ദാനിയേലോ, ആരും ഈവൻ അണ്ടിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ വരെയും ആർക്കും ഭൂതത്തെ പുറത്താക്കിയ ചരിത്രം, ഒരു പിശാചിനെ പുറത്താക്കിയ ചരിത്രം പഴയ നിയമത്തിലില്ല. കാരണം പിശാചിനെ പുറത്താക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. കാരണം അവന്റെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ട് പിശാചിന്റെ കയ്യിലായി. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പിശാചിനെ പുറത്താക്കുന്ന ഒരു സംഭവമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ യേശു ഭൂമിയിൽ വന്നതോടുകൂടി, മനുഷ്യനായി ഭൂമിയിൽ വന്ന് അവൻ മനുഷ്യനായി മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് പൈശാചികന്റെ കയ്യിൽ നിന്ന് അധികാരം തിരിച്ചു വാങ്ങിയതോടുകൂടി ശിഷ്യന്മാരെല്ലാം, തുടർന്ന് വരുന്ന ആളുകളെല്ലാം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പിശാചിനെ പുറത്താക്കുക. അല്ലെ? നമ്മളെല്ലാം പുതിയ നിയമത്തിന്റെ താളുകളിൽ അത് കാണുന്നുണ്ട്. യേശുവും പിന്നീട് വന്ന ശിഷ്യന്മാരും ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരെല്ലാം, പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം പിശാചിനെ പുറത്താക്കുക. കാരണം അധികാരം വീണ്ടും തിരികെ നൽകപ്പെട്ടു. അധികാരം വീണ്ടും തിരികെ വാങ്ങും. നമുക്കാണ് അധികാരം. അപ്പോൾ പഴയ നിയമത്തിൽ പിശാചിനെ പുറത്താക്കുന്ന ചരിത്രമേ ഇല്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ്. പിശാചിനെ പുറത്താക്കുന്ന ചരിത്രമേ പുതിയ നിയമത്തിലുള്ളൂ. നാം
പിന്നീട് മുന്നോട്ട് കടന്നുപോയി 2 ഗോത്രവർഗക്കാർ ചെയ്യുന്ന ഉടമ്പടികളെ പറ്റി പറഞ്ഞു. 2 ഗോത്രവർഗക്കാർ, ഒരു വീക്കർ ട്രൈബും ഒരു സ്ട്രോങ്ങർ ട്രൈബും കൂടെ കടന്നു വന്ന് അവര് ഉടമ്പടി ചെയ്യും. രണ്ടുപേരും അവരുടെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കി. ആ മുറിവിൽ നിന്ന് രക്തം അവരുടെ മധ്യത്തിലായി വെച്ചിരിക്കുന്ന ഒരു വൈൻ ഗ്ലാസ്സിലേക്ക് ആ രണ്ടുപേരുടെയും രക്തം ഒഴിച്ച് സ്റ്റെറപ്പ് ചെയ്ത് രണ്ടു കൂട്ടരും ഈ രക്തമടങ്ങിയ പരസ്പരം ചൊരിഞ്ഞ രക്തമടങ്ങിയ ആ വൈൻ കപ്പിൽ നിന്ന് പകുതി വെച്ച് അവര് കുടിക്കുകയും പിന്നീട് അവരൊരു വലിയ സെലിബ്രേഷൻ, ഒരു ഫീസ്റ്റ് ആഘോഷിക്കുകയും പരസ്പരം അവരവിടെ നിന്ന് കഴിക്കുകയും ആഹാരം കഴിക്കുകയും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യും. പിന്നീട് സമ്മാനദാനങ്ങൾ പരസ്പരം കൈമാറും. അതിന്റെ അർത്ഥം ഒരു ഗോത്രവർഗത്തിന് ഇനിയും എന്ത് ഒരാവശ്യമുണ്ടോ അവരുടെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും മറ്റ് ഗോത്രവർഗത്തെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മിറ്റ്മെന്റ് ആണ് ആ സമ്മാനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അവര് ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കും, വലിയൊരു വൃക്ഷം നട്ടുപിടിപ്പിക്കും. നമ്മൾ ടാമറിസ് ട്രീ, അതുപോലെ ഓക്ക് ട്രീ, ഇതൊക്കെ ബൈബിളിൽ കാണുവാൻ സാധിക്കും. പിന്നീട് അതല്ലെങ്കിൽ ഒരു വലിയ കല്ലെടുത്ത് നാട്ടി അതിന്റെ ചുറ്റും കല്ലുകള് കൂമ്പാരമായി വെച്ചിട്ട് അതൊരു വിറ്റ്നസ് ആയിട്ട്, ഉടമ്പടിയുടെ ഒരു വിറ്റ്നസ് ആയിട്ട് അവർ വെക്കാറുണ്ട്. ഇതൊക്കെയും ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ രക്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് വ്യതിയാനങ്ങളോടുകൂടി പല മനുഷ്യവർഗവും, പല ഗോത്രവർഗങ്ങളും, പല വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള പല മനുഷ്യവർഗവും ഈ ഉടമ്പടി ചെയ്യുന്നത്. ഇന്ന് നമുക്ക് പുതുതായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് അബ്രഹാമിന്റെ ഉടമ്പടിയിലേക്ക് കടന്നു വരാം. അബ്രഹാമിന്റെ ഉടമ്പടി വളരെ അധികം പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളാണ് അബ്രഹാമിക ഉടമ്പടിയുടെ ആധാരം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പൃഥുഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി. ഈ ഉടമ്പടി ഉൽപ്പത്തി പുസ്തകത്തില് പല ഭാഗങ്ങളിലായിട്ട് വീണ്ടും ആവർത്തിച്ച് കർത്താവ് പറയുകയും അത് റീഇറ്ററേറ്റ് ചെയ്യുകയും ചെയ്തു. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. ഇന്ന് ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ അബ്രഹാം ചെന്നെത്തി. എങ്ങനെ അബ്രഹാം ചെന്നെത്തി? എങ്ങനെ അബ്രഹാം അവിടെ ചെന്നു? നോഹയുടെ കുടുംബവും വെള്ളപ്പൊക്കത്തിന് ശേഷം പെട്ടകത്തിന് വെളിയിൽ വന്ന് അരാരാത്ത് പർവ്വതത്തിൽ വെളിയിൽ വന്ന് ടർക്കിയിലുള്ള അരാരാത്ത് പർവ്വതത്തിൽ നിന്ന് 2-ാം മനുഷ്യവർഗം ഭൂമി മുഴുവൻ വ്യാപിക്കുവാൻ പ്രോസ്പർ, റീപ്രൊഡ്യൂസ്, ഫിൽ ദ എയർ എന്ന കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നോഹയുടെ മക്കളും സന്താന പുഷ്ടിയുള്ളവരായി അവര് റീപ്രൊഡ്യൂസ് ചെയ്ത് ഭൂമി മുഴുവൻ നിറയുവാൻ ആരംഭിച്ചു. അങ്ങനെ അവര് ആ ടർക്കിയിൽ നിന്ന് കിഴക്കോട്ട് ഈസ്റ്റിലോട്ട് യാത്ര ചെയ്ത് അവർ ഷീനാൻ, അതും ഇറാഖ് ആ ഭാഗത്ത് വന്നപ്പോൾ ഒരു സമഭൂമി കണ്ടു. അപ്പോൾ സമഭൂമി കണ്ടപ്പോൾ കൃഷിക്കാർക്കൊക്കെ അറിയാം, ഒരുപാട് മലകളും ചരിവുകളും കുന്നുകളും മൊട്ടക്കുന്നുകളും ഒക്കെ ഉള്ള
ഭൂമിയേക്കാൾ കൃഷി ചെയ്യുവാൻ നല്ലത് സമഭൂമിയാണ്, ജോലി കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ സമഭൂമിയിൽ വന്നപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു. നാം ഇങ്ങനെ ഭൂമി മുഴുവൻ ഇങ്ങനെ ചെതറി, ഭൂമി മുഴുവൻ ഇങ്ങനെ നിറയാതെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു സിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാം. ഷൈനാർ അല്ലെങ്കിൽ ഷീനാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിറ്റി ബിൽഡ് ചെയ്ത് നമുക്ക് അവിടെ അങ്ങ് താമസിക്കാം. അവര് സിറ്റിയൊക്കെ ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞ് പറഞ്ഞു നമുക്കൊരു ടൗൺ സ്ക്വയർ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ടവർ, ഒരു വലിയ ടവർ, സ്വർഗം വരെ എത്തുന്ന ഒരു വലിയ ടവർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ടവർ സ്റ്റാർട്ട് ചെയ്യുവാൻ ആരംഭിച്ചു. അപ്പോൾ ഓർക്കണം, ദൈവം നോഹയോട് പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമായിട്ടായി ചെയ്യുന്നത്. സമഭൂമി കണ്ടപ്പോൾ അവരവിടെ നിന്ന് പോയത്. പ്രോസ്പർ, റീപ്രൊഡ്യൂസ്, ഫിൽ ദ എർത്ത് എന്നുള്ള കൽപ്പനയ്ക്ക് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതിഭാസം നടക്കുന്നത്, ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. അവര് ഷീനാർ സമഭൂമിയിൽ ഒരു സിറ്റിയൊക്കെ പണിത് ടവർ ബിൽഡ് ചെയ്തു. അതുവരെയും ഒറ്റ ഭാഷ, ഭൂമി മുഴുവൻ അന്ന് അറിയപ്പെടുന്ന ജനം മുഴുവൻ, അന്ന് ഉണ്ടായിരുന്ന ജനം മുഴുവൻ, ഒരുപക്ഷെ ഒരു 10,000 ആയിരിക്കാം, 20,000 ആയിരിക്കാം, 50,000 ആയിരിക്കാം, 1,00,000 ആയിരിക്കാം. അന്ന് ഉണ്ടായിരുന്ന ജനം മുഴുവൻ ഒറ്റ ഭാഷയെ അവർക്ക് അറിയത്തുള്ളൂ, ഒറ്റ കൾച്ചറെ അവർക്ക് അറിയത്തുള്ളൂ. എന്നാ ദൈവം താഴേക്ക് ഇറങ്ങി വന്നു. ഇവരുടെ ബിൽഡിങ്ങിന്റെ പണി, കൺസ്ട്രക്ഷൻ വർക്ക് കാണാൻ ഇറങ്ങി വന്ന് ദൈവം ഭാഷ കലക്കിക്കളഞ്ഞു. ദൈവം ഭാഷ കലക്കിക്കളഞ്ഞത് അവരെ ശപിച്ചതൊന്നുമല്ല. ആ കൽപ്പന ദൈവം അവരിൽ കൂടി പൂർത്തീകരിച്ചെടുക്കുക. ഫിൽ ദ എർത്ത്. ഭാഷ കലക്കി കഴിഞ്ഞതോടുകൂടി അവർ വീണ്ടും ചെതറിപ്പോകുവാൻ ആരംഭിച്ചു. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ വീണ്ടും കിഴക്കോട്ട് പോയി അഫ്ഗാനിസ്ഥാൻ, ഇറാന്, അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, ഇന്ത്യ, ശ്രീലങ്ക ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലോട്ടൊക്കെ വന്നത്. അവിടെ നിന്നായിരിക്കാം, ഇവിടെ നിന്നൊക്കെ ആയിരിക്കാം പായ്ക്കപ്പലുകൾ വഴി ഒക്കെയും മറ്റ് കോണ്ടിനെന്റിലേക്ക്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഇവിടെയൊക്കെ പോകുന്നത് അങ്ങനെ ആയിരിക്കാം. അങ്ങനെ അവിടെ ഈ ഷീനാർ സമഭൂമിയിൽ വെച്ചാണ് അബ്രഹാം ജനിക്കുന്നത്. ഊര് എന്ന് പറയുന്ന ആ പ്രദേശത്ത്, ഇറാഖിന്റെ ആ പ്രദേശത്ത് അബ്രഹാം ജനിക്കുക. അബ്രഹാമിന്റെ പിതാവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നവരെല്ലാം വിഗ്രഹാരാധികരാണ്. ഒരു പക്ഷേ അബ്രഹാമും വിഗ്രഹാരാധനയിൽ ഉൾപ്പെട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അത് യോശുവയുടെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാര് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അബ്രഹാമിന്റെ പിതാവായ തേരഹ്, അബ്രഹാമിന്റെ സഹോദരൻ, അബ്രഹാമിന്റെ പിതാവായിരിക്കുന്ന തേരഹിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച വ്യക്തിയാണ് സാറ. അപ്പോൾ സാറയും ഒരു പക്ഷേ വിഗ്രഹാരാധനയിൽ ഉൾപ്പെട്ട് നിന്ന ഒരു വ്യക്തിയായിരിക്കാം. അബ്രഹാമും ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. കാരണം ഇവരുടെ എല്ലാം ഒരു കുലത്തൊഴിലായിരുന്നു, ഒരു ബിസിനസ്, ഫാമിലി ബിസിനസ് ആയിരുന്നു. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കുക, ധനം സമ്പാദിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് പിന്നീട് വരുമ്പോ നമുക്കറിയാം, റിബേക്കായുടെ സഹോദരൻ ലാബാന്റെ വീട്ടിൽ ഫാമിലി ഐഡൽസ് ഉണ്ട്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന തൊഴില് അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. റേച്ചൽ, യാക്കോബിന്റെ ഭാര്യയായിരിക്കുന്ന റേച്ചൽ തന്റെ അപ്പനായ ലാബാന്റെ വിഗ്രഹങ്ങളും മോഷ്ടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, യാക്കോബിന്റെ കൂടെ വന്നു. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വിഗ്രഹം ഒക്കെ ഉണ്ടാക്കി ആരാധിക്കുകയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയോട് ദൈവം ഒരിക്കൽ സംസാരിക്കുകയാണ്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുക. എന്തൊക്കെ വിടണം? വിഗ്രഹാരാധന കുലത്തൊഴിലായിട്ടുള്ള വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദേശത്ത് നിന്ന് നീ നിന്റെ ദേശത്തെ വിടണം. എന്നെ കേൾക്കുന്ന ആരോടെങ്കിലും ദൈവം സംസാരിക്കുകയാണോ ഇത്? നീ നിന്റെ ദേശത്തെ നീ വിടണം. നീ നിന്റെ ദേശത്തെ നീ വിടണം. നീ നിന്റെ ദേശത്തെയും
നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ബന്ധുമിത്രാദികളെ വിടണം. എന്തിനു വിടണം? ഇവരെല്ലാം വിഗ്രഹാരാധനയിൽ മുഴുകിയിരുന്ന, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അത് കുലത്തൊഴിലായി കൊണ്ടു നടന്നിരുന്ന ഒരു ദേശക്കാരാണ്. ബന്ധുമിത്രാദികളും ചാർച്ചക്കാരാണ്. ബന്ധുമിത്രാദി ചാർച്ചക്കാരെ വിട്ടൊഴിഞ്ഞൻ കൂടെ നീ വരിക. യാത്ര ചെയ്യുവാൻ ഒരു ദേശമുണ്ട്, പാലിച്ചു നടത്താൻ യേശുവുണ്ട്. യാത്ര ചെയ്യുവാൻ ഒരു ദേശമുണ്ട്, പാലിച്ചു നടത്താൻ യേശുവുണ്ട്. അപ്പോൾ നീ ചാർച്ചക്കാരെയും വിടണം. ചാർച്ചക്കാരെയും നീ വിട്ടലേ ഒക്കത്തു. നിന്നെ പുറകോട്ട് വലിക്കുന്ന പല ചാർച്ചക്കാരുടെ സൗഹൃദം, പല ചാർച്ചക്കാരും ബന്ധുമിത്രാദികളുമായിട്ടുള്ള സംസർഗം നമ്മൾ വിട്ടെങ്കിലേ ദൈവത്തിന്റെ വഴിയിൽ നമുക്ക് ചെല്ലാൻ ഒക്കത്തുള്ളൂ, ദൈവത്തെ പിൻപറ്റുവാൻ ഒക്കത്തുള്ളൂ, ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ ഒക്കത്തുള്ളൂ. നീ നിന്റെ ദേശത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം. അത് മാത്രമല്ല, നിന്റെ പിതൃഭവനത്തെയും വിടണം, നിന്റെ മാതാപിതാക്കളെയും വിടണം. എന്നാൽ തേരഹ് അബ്രഹാമിനോട് കൂടി ഹാരാൻ എന്ന പ്രദേശം വരെയും തേരഹും യാത്ര ചെയ്തു. തേരഹ് വിട്ടുമാറുവാൻ തയ്യാറായില്ല. മകന്റെ കൂടെ പോകുവാൻ തേരഹ് തയ്യാറായി. അബ്രഹാം ഇത് കൽപ്പന പൂർണ്ണമായിട്ടും അനുസരിച്ചു. ദൈവം പറഞ്ഞ ഈ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ അബ്രഹാം ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചു. പൂർണ്ണമായിട്ടും അനുസരിച്ചില്ല. അബ്രഹാം തന്റെ സഹോദരനായ ഹാരാന്റെ മകൻ ലോത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. കാരണം ഹാരാൻ നേരത്തെ മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് ഹാരാന്റെ മകനായ ലോത്തിനെയും കൂടെ അബ്രഹാം കൂടെ കൊണ്ടുപോകുന്നു. അതുപോലെ തന്റെ അപ്പനായ തേരഹും അബ്രഹാമിനോടൊപ്പം ഇറങ്ങിത്തിരിച്ചു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നീ ദേശത്തെ നീ വിടണം. നിന്റെ ബന്ധുമിത്രാദികളെ നീ വിടണം, ചാർച്ചക്കാരെ വിടണം, നിന്റെ പിതൃഭവനത്തെ വിടണം. മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കും. അബ്രഹാം ഹാരാനിൽ ചെന്ന് അവിടെ കൂടാരമടിച്ച് അവിടെ താമസം ആരംഭിച്ചു. എത്ര നാളെന്ന് എനിക്കറിയില്ല. ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമിനെ അവിടുന്ന് വിട്ടില്ല. എന്നുവരെ വിട്ടില്ല? തേരഹ് മരിക്കുന്നത് വരെയും ദൈവം അബ്രഹാമിനെ ഹാരാനിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. തേരഹ് മരിച്ചു. അബ്രഹാം അവിടെ നിന്ന് ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് അബ്രഹാം കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുക. ലോത്ത് കൂടെയുണ്ട്. ലോത്തിനെ വിടാനാ പറഞ്ഞത് നേരത്തെ. അബ്രഹാം വിട്ടില്ല. കഥ ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയാം, അബ്രഹാമും നിന്റെ ആടുമാടുകൾ വർദ്ധിച്ചു. ലോത്തിന്റെ ആടുമാടുകൾ വർദ്ധിച്ചു. അവരുടെ ദാസന്മാര് വർദ്ധിച്ചു. സ്ഥലം അവരെ കൊണ്ട് ഞെരുങ്ങുവാൻ തുടങ്ങി. സ്ഥലം പോരാതെ വന്നു. രണ്ടു കൂട്ടരെയും കൂടെ പാർപ്പിക്കുവാൻ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോക്കോളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോക്കോളാം. ലോത്ത് ഏറ്റവും നല്ല ജോർദാൻ സമഭൂമി അവിടെയും ലോത്ത് തിരഞ്ഞെടുത്തു. ലോത്ത് അബ്രഹാമിനെ വിട്ട് സമഭൂമിയിലേക്ക്, സോർ എന്ന് പറയുന്ന ഒരു സമഭൂമിയിലേക്ക്, ജോർദാൻ സമഭൂമിയിലേക്ക് ലോത്ത് യാത്രയായി. വേദപുസ്തകം വിവരിക്കുന്നു, ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട്, നീ എഴുന്നേറ്റ് കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും നടക്കുക. നീ കാല ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് നൽകിത്തരും. എപ്പോഴാ ഇത് പറഞ്ഞത്? ലോത്ത് അബ്രഹാമിനെ വിട്ട് പുറപ്പെട്ട ശേഷം. ഇപ്പോ അബ്രഹാം കംപ്ലീറ്റ് ആയി. താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം
നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് കംപ്ലീറ്റ് ആയി. ഓരോന്ന് വിടുന്നതനുസരിച്ച് നമുക്ക് വിടാനുള്ള പല വിഷയങ്ങള് ഓരോന്ന് വൺ അറ്റ് എ ടൈം നമ്മൾ വിടുന്നതനുസരിച്ച് അനുഗ്രഹ സമ്പത്ത് നമ്മുടെ പിന്നാലെ കൂടി വരുന്നത് കാണാം. നാം വിടേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, നാം ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങള് ഒരുപക്ഷെ എല്ലാം ഒരുമിച്ച് നമ്മളെ കൊണ്ട് വന്നെന്ന് വരികയില്ല. എന്നാൽ ദൈവം സംസാരിക്കുന്നതനുസരിച്ച് നാം വിടേണ്ട കാര്യങ്ങള് വൺ അറ്റ് എ ടൈം, ലീവ് എവരിതിങ് ബിഹൈൻഡ് യു, എല്ലാം നമ്മുടെ പുറകിലാക്കി ദൈവത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാം. ദൈവത്തിന്റെ മഹത്വം കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും നമ്മളെ പൊതിയുന്നത്, നമ്മളെ പിൻപറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നാം പോകുന്നിടത്തൊക്കെയും നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ സാധിക്കും. നാം ചവിട്ടുന്ന ദേശമൊക്കെയും നമ്മുടേതായി തീരും. നാം ചെയ്യുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. നാം വിടേണ്ടതൊക്കെ എന്താണ് നമ്മളെ തടസ്സമായിട്ട് നിൽക്കുന്നത്, എന്താണ് ദൈവം ലാസ്റ്റ് നമ്മളോട് സംസാരിച്ചത്, എന്താ വിടാനാണ് ദൈവം ലാസ്റ്റ് നമ്മളോട് സംസാരിച്ചത്, നമുക്ക് വിടുവാൻ സാധിക്കുമോ? ദൈവം മഹത്വത്തിലേക്കാ നമ്മളെ കൊണ്ടുപോകും. ദൈവത്തിന്റെ ഗ്ലോറിയിലേക്കാ കൊണ്ടുപോകുന്നത് അല്ലെ? മോശ സീനായി പർവ്വതത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം കണ്ട ശേഷം ഇറങ്ങി വന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ജനം ഭയചകിതരായി. അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ അവർക്ക് ഭയം. അവൻ മൂടുപടമെടുത്ത് മുഖത്തിട്ടു. എന്നാൽ മണിക്കൂറുകൾ കഴിയുന്തോറും, ദിവസങ്ങൾ കഴിയുന്തോറും ആ തേജസ് മങ്ങി വന്നു. ഇത്രയും തേജസ് കണ്ട മോശ വീണ്ടും ദൈവത്തോട് പറയുക, നിന്റെ മഹത്വം എന്നെ കാണിക്കണം. അപ്പോഴാണ് ദൈവം അവനെ ഒരു പാറയുടെ ഉള്ളിലാക്കി ആ കൈകൊണ്ട് ദൈവം അവനെ ഒന്ന് മറച്ചു പിടിച്ചിട്ട് ദൈവത്തിന്റെ പിൻഭാഗം കാണുവാൻ മോശയോട് സമ്മതിച്ചത്. സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവത്തിന്റെ മഹത്വത്തിൽ ഏകദേശം 80 ദിവസം, 40 + 40 2 തവണ ഇരുന്ന വ്യക്തി മോശ വീണ്ടും താഴെ വന്നപ്പോൾ പറയുകയാണ്, നിന്റെ മഹത്വം എന്നെ കാണിക്കണം. നമുക്കും പറയാം, കർത്താവേ, ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും നിന്റെ മഹത്വം, നിന്റെ വെളിപ്പാട്, നിന്നെ കുറിച്ചുള്ള റെവലേഷൻസ് എന്നെ കൂടുതൽ കാണിക്കണം. എനിക്ക് കൂടുതൽ നിന്നെ അറിയണം. അവനെ അറിയും തോറും ഇറ്റ്സ് ആൻ അഡിക്ഷൻ. ഇറ്റ്സ് റിയലി അഡിക്റ്റീവ്. ദൈവത്തെ കൂടുതൽ അറിയും തോറും കൂടുതൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കും. നമ്മുടെ ഹൃദയത്തിന് സന്തോഷം, സമാധാനം കൊണ്ട് നമ്മൾ നിറയപ്പെടും. നമുക്കത് കൂടുതൽ അവന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവന്റെ ഗ്ലോറി, അവന്റെ മഹത്വം, അവന്റെ പ്രസൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി അൺകണ്ടീഷണൽ, വ്യവസ്ഥയില്ലാത്ത ഉടമ്പടിയാണ്. അൺകണ്ടീഷണലാണ് എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ ദൈവമാ എല്ലാം ചെയ്യുന്നത്. അബ്രഹാം പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. നമുക്ക് ഉടമ്പടിയിലേക്ക് വരാം. ഇനിയും ഇന്നെടുക്കണ്ട, അത് നാളെ അടുത്ത ദിവസമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാം മൃഗങ്ങളെ അറുത്തു വെക്കുകയും അബ്രഹാമിനൊരു ഗാഠനിദ്ര വരുത്തി ദൈവവുമായിട്ട്, അല്ലെങ്കിൽ ദൈവവും യേശുക്രിസ്തുവുമായിട്ട് അബ്രഹാമിന് വേണ്ടി, ബെനഫിഷ്യറി ആയിരിക്കുന്ന അബ്രഹാമിന് വേണ്ടി ഏബ്രഹാമിക് കവനന്റ് സൈൻ ചെയ്യുന്നത് കാണാം. രക്ത ഉടമ്പടി അവിടെ സൈൻ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം നോക്കാം. ഇനിയും അബ്രഹാമിക് കവനന്റ് എന്ന് പറയുന്നതാണ് വേദപുസ്തകത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു കവനന്റ്. ഈ കവനന്റിനോടുകൂടി പിന്നീട് ആഡ് ചെയ്തതാണ്
കൂട്ടിച്ചേർത്തതാണ് മൊസൈക് കവനന്റ്, മോശയുടെ പ്രമാണം. എബ്രഹാമിക് കവനന്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൊസൈക് കവനന്റിലേക്ക് പോകുക, അത് കഴിഞ്ഞ് ന്യൂ കവനന്റിലേക്ക് പോകുക. അതോടുകൂടി ആ കവനന്റ് അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ന്യൂ കവനന്റ്, ആ ന്യൂ കവനന്റും വാസ്തവത്തിൽ ഏബ്രഹാമിക് കവനന്റിന്റെ ഫുൾഫിൽമെന്റ് ആണ്. സോ ന്യൂ കവനന്റ് is the fulfillment of the covenant God made with Abraham. ഏബ്രഹാമിക് കവനന്റിന്റെ പൂർത്തീകരണമാണ് ന്യൂ കവനന്റ്. ഇനിയും എങ്ങനെയാണ് ഏബ്രഹാമിക് കവനന്റിന്റെ പൂർത്തീകരണമാകുന്നത് ന്യൂ കവനന്റ്? ആ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ ഏറ്റവും ഒടുവിൽ പറയുന്നത്, ഇൻ യു all the families of the earth shall be blessed. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൽ എങ്ങനെയാ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്? അബ്രഹാമിൽ എങ്ങനെയാണ് ഭൂമിയിലെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇൻ യു ഓൾ ദ ഫാമിലീസ് ഓഫ് ദ എർത്ത് ഷാൽ ബി ബ്ലെസ്ഡ്. എല്ലാ കുടുംബവും, ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. ഓരോ കുടുംബവും, 8 ബില്യൺ ആളുകളുണ്ട് വേൾഡില്. വേൾഡ് പോപ്പുലേഷൻ സ്റ്റാൻഡ്സ് അറ്റ് 8 ബില്യൺ. ഈ 8 ബില്യൺ ആളുകളുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു കവനന്റ് ആണ് ദൈവം അബ്രഹാമിനോട് കൊടുത്തത്. നമ്മളെല്ലാം ആ കവനന്റിന്റെ ഭാഗഭാക്കുകളാണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിച്ചറിയുവാൻ സാധിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടും. ആർക്കെങ്കിലും അനുഗ്രഹം പറയുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ഇതാണ്, അബ്രഹാമിനോട് പറയുകയാണ്, നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. എല്ലാ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഈ എന്നെ കേൾക്കുന്ന, ഈ സൂം ലൈനിലായിരിക്കുന്ന, അല്ലാതെ യൂട്യൂബിൽ കേൾക്കുന്ന, വേറെ എങ്ങനെയെങ്കിലും നിലയിൽ കേൾക്കുന്ന ഓരോ വ്യക്തി ഉണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിനോട് ഉടമ്പടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടാ തടസ്സം നമുക്ക്? നിന്നിൽ ഭൂമിയിലെ സകല കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം അബ്രഹാമിൽ എങ്ങനെ ഭൂമിയിലെ സകല കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഗലാത്യ ലേഖനത്തില് ഈ വാക്യം എടുത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം ദൈവം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം ജനസിസ് 12ന്റെ 1-3 പറയുന്ന നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത് സുവിശേഷമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനിക്കുന്നു. ഗലാത്യ ലേഖനം 5-ലാണെന്നാണ് എന്റെ ഓർമ്മ. ഗലാത്യ ലേഖനം 5-ലാണെന്നാണ് ഓർമ്മ. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വായിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം, എന്നുള്ള നല്ല വിശേഷം, എന്നുള്ള സദ്വർത്തമാനം അബ്രഹാമിനോട് ദൈവം അറിയിച്ചു. അപ്പോൾ അബ്രഹാമിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത്? അബ്രഹാമിൽ എങ്ങനെയാണ് ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്? മറ്റുള്ള ജാതികൾ എങ്ങനെ അബ്രഹാമിൽ അനുഗ്രഹിക്കപ്പെടുന്നത്? അവിടെ വളരെ കീയായിട്ടുള്ള ഒരു വാക്യം ഉണ്ട്. മത്തായിയുടെ സുവിശേഷം വായിക്കണ്ട, നമുക്ക് വളരെ സുപരിചിതമാണ്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പുതിയ നിയമം തുടങ്ങുക, പുതിയ നിയമം തുടങ്ങുക. ഞാൻ പറഞ്ഞു, ന്യൂ കവനന്റ് ഈസ് എ ഫുൾഫിൽമെന്റ് ഓഫ് ഏബ്രഹാമിക് കവനന്റ്. പുതിയ നിയമം തുടങ്ങുന്നത് എങ്ങനെയാണ്? ആരിലാണ് പുതിയ നിയമം തുടങ്ങുന്നത്? അബ്രഹാമിന്റെ മകനായ, വായിക്കാമോ? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിലാണ് പുതിയ നിയമം തുടങ്ങുന്നത്. എവിടെയാണ്? അബ്രഹാമിലാണ്. അതിനൊരു കാരണമുണ്ട്. ഇറ്റ് ഈസ് ദ ഫുൾഫിൽമെന്റ്
ഓഫ് ഏബ്രഹാമിക് കവനന്റ്. അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അത് കഴിഞ്ഞ് വംശാവലി പറയുക. അബ്രഹാമിൽ നിന്ന് തലമുറകൾ ജനിച്ച് ദാവീദിൽ നിന്ന് ദാവീദിൽ നിന്ന് തലമുറകൾ ജനിച്ച് അവസാനം യോഹന്നാൻ സ്നാപകൻ വന്നു. അത് കഴിഞ്ഞ് യേശു ക്രിസ്തു വന്നു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. So new covenant begins with Abraham. ഇംഗ്ലീഷിൽ the genealogy of Jesus Christ, son of David, son of Abraham എന്നാണ് എഴുതിയിരിക്കുന്നത്. So new covenant begins with Abraham. അബ്രഹാമിലാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. കാരണം ന്യൂ കവനന്റ് is the fulfillment of Abrahamic covenant. അപ്പോൾ ഭൂമിയിലെ സകല വംശങ്ങളും എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? അബ്രഹാമിൽ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വിജാതീയരായിട്ടുള്ള കുടുംബങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? അക്രൈസ്തവരായിട്ടുള്ള കുടുംബങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? നമ്മളെ പോലെയുള്ള നാം എങ്ങനെയാണ് അബ്രഹാമിൽ അനുഗ്രഹിക്കപ്പെടുന്നത്? കേട്ടോളൂ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും, ക്രിസ്ത്യാനികളും അക്രൈസ്തവരും സകല കുടുംബങ്ങളും, 8 ബില്യൺ കുടുംബങ്ങളും അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടും. അപ്പസ്തോല പ്രവൃത്തി 3:26 വായിക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 3:26 അല്ലെങ്കിൽ ഒടുവിലത്തെ വാക്യം 26 ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശു ക്രിസ്തുവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. നിങ്ങളെ യേശുവിനെ അയച്ചിരിക്കുന്നതിന്റെ പർപ്പസ് പറയുക. യേശുവിനെ, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിന്റെ പർപ്പസ് പറയുക. ഓരോരുത്തനെയും 8 ബില്യൺ ആളുകളെയും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിച്ചിട്ട് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇത് കൂടുതൽ എങ്ങനെ കർത്താവ് നമ്മളോട് പറയേണ്ടത് അല്ലേ? ഓരോരുത്തരെയും, ഈ ലൈനിലിരിക്കുന്ന ഓരോരുത്തരെയും, ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ, അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചിട്ട്, അകൃത്യം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് യേശുവിനെ അയച്ചിരിക്കുന്നു. നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിവർത്തീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അയച്ചിരിക്കുന്ന കർത്താവ്. നമ്മൾ അനുഗ്രഹ പൂർത്തിയിൽ നടക്കണം. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നടക്കണം. നമ്മൾ ഒന്നിനും മുട്ടില്ലാത്തവരായിട്ട് നടക്കണം. നമ്മൾ മുട്ട വിളിച്ചു പറയരുത്, നീട് വിളിച്ചു പറയരുത്. We need to talk about blessings. We need to talk about grace. We need to talk about favor. നന്മ വിളിച്ചു പറയണം, ഫേവർ വിളിച്ചു പറയണം, അനുഗ്രഹം വിളിച്ചു പറയണം. നല്ലതേ വരത്തുള്ളെന്ന് പറയണം, നല്ലത് മാത്രമേ വരത്തുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ എന്താണ് നമ്മുടെ സെൽഫ് ടോക്ക് എന്താണ്? നമ്മൾ സ്വയമേ പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കണം. വേണ്ടാത്തത് നമ്മൾ പറയരുത്. നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനാണ് യേശുവിനെ അയച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ യേശു വന്നെങ്കിൽ
നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനാ യേശുവിനെ അയച്ചിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു രോഗമാ, അത് ദൈവം കർത്താവ് എനിക്ക് തന്നതാ, കർത്താവ് തന്നതാ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ടെന്ന്. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും, പിന്നീട് അദ്ദേഹം എഗ്രി ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഈ പറയുന്ന രോഗങ്ങളെല്ലാം ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15 മുതൽ 62 വരെയുള്ള വാക്യത്തില് ശാപം പറയുന്നുണ്ട്. ആ ശാപത്തിന്റെ പട്ടികയിലാത്തുണ്ട്. എന്നിട്ടാ പറഞ്ഞത്, ഇതെല്ലാം ദൈവം നമ്മളെ അനുഗ്രഹിക്കാനാ രോഗം തന്നു. ഇതെല്ലാം, ഈ രോഗമെല്ലാം ശാപത്തിന്റെ പട്ടികയിൽ, ആവർത്തന പുസ്തകം 28-ന്റെ 15 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ ശാപം പറയുന്ന പട്ടികയിലുണ്ട് രോഗങ്ങളെല്ലാം. രോഗം അനുഗ്രഹിക്കാനല്ല, രോഗം പിശാചിൻ്റെത്. രോഗം അനുഗ്രഹിക്കാൻ, വ്യക്തമായിട്ട് തീർത്തു പറയാം, രോഗം അനുഗ്രഹമല്ല, രോഗം പിശാചിന്റെ കയ്യിലെ ആയുധമാണ്. രോഗം അനുഗ്രഹമല്ല, പട്ടിണി അനുഗ്രഹമല്ല, അത് പിശാചിന്റെ കയ്യിലെ ആയുധമാണ്. അനാരോഗ്യം, ആരോഗ്യമില്ലായ്മ അനുഗ്രഹമല്ല, അത് പിശാചിന്റെ കയ്യിലെ ആയുധമാണ്. ആവർത്തന പുസ്തകം എടുക്കണമെന്നില്ല, എടുക്കുന്നുണ്ട്, വായിച്ചു. ആവർത്തന പുസ്തകം 33-ന്റെ 25, ഡ്യൂട്രോണമി 33:25 പറയുന്നു, NIV-ക്കകത്ത് ഇങ്ങനെ പറയുന്നത്, മൈ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ദ നമ്പർ ഓഫ് മൈ ഡേയ്സ്. മൈ സ്ട്രെങ്ത് ഈക്വൽ ദ നമ്പർ ഓഫ് മൈ ഡേയ്സ്. ഡ്യൂട്രോണമി 33:25. നമ്മളെല്ലാവരും പ്രായമാകുമ്പം നമ്മുടെ ശരീരം വീക്കാകും, ശരീരം ക്ഷീണിക്കും എന്ന് അല്ലേ നമ്മൾ പറയാറുള്ളത്. ഇനി അത് തിരിച്ചു പറയണം. എന്ന് പറഞ്ഞാൽ 50 വയസ്സുള്ള മൈ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഡേയ്സ്. 50 വയസ്സുള്ള ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ 100 വയസ്സാകുമ്പം ഡബിൾ സ്ട്രോങ് എന്നല്ലേ ഇതിന്റെ അർത്ഥം. ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും, ഓരോ ദിവസം മുൻപോട്ട് പോകും തോറും ആരോഗ്യം വർദ്ധിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇതെന്റെ അഭിപ്രായം പറഞ്ഞല്ല ഞാൻ. 120-ാം വയസ്സിൽ മോശ മരിക്കുമ്പോൾ അവൻ പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയി. 120 വയസ്സുള്ള ഒരു വ്യക്തി പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയി. മോശ മരിക്കുമ്പോൾ 120-ാമത്തെ വയസ്സിൽ മോശ മരിക്കുമ്പോൾ ഡ്യൂട്രോണമി 31:7 അവിടെ എഴുതിയിരിക്കുന്നു, ഹിസ് ഐസൈറ്റ് വാസ് പെർഫെക്റ്റ് and he was as strong as a young man. അവന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു എന്ന് വായിക്കുക. സങ്കീർത്തനം 91-ന്റെ ഒടുവിൽ വായിക്കുക, ഐ വിൽ സാറ്റിസ്ഫൈ യു വിത്ത് ലോങ് ലൈഫ്. ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തുമെന്ന്. അനാരോഗ്യം പറയരുത്. അനാരോഗ്യം നമ്മുടെ വായിൽ നിന്ന് വിളിച്ചു പറയരുത്. അങ്ങനെ ഒരു തോന്നൽ വന്നാൽ പോലും എന്ത് ചെയ്യണം? സിപ്പ് വലിച്ചങ്ങ് ഇടണം. പറയരുത്, അനാരോഗ്യം പറയരുത്, രോഗം പറയരുത്, നന്മ പറയണം. നന്മയെ വരികയുള്ളൂ. എനിക്ക് 50 വയസ്സുണ്ട്, 51-ാമത്തെ വയസ്സാകുമ്പോൾ ഞാൻ കൂടുതൽ സ്ട്രോങ് ആകും, എന്റെ മെമ്മറി കൂടുതൽ വർദ്ധിക്കും എന്ന് വിളിച്ചു പറയണം. എന്റെ വിഷയത്തിൽ നിന്ന് അല്പമായി മാറി. ഇനിയും അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി അൺകണ്ടീഷണലാണ്. എന്തൊക്കെയാണ് ഉടമ്പടി? ഐ വിൽ, ശ്രദ്ധിച്ചോണം, ഐ വിൽ ബ്ലസ് യു. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോവുക. ഐ വിൽ ബ്ലസ് യു. ആര് ബ്ലസ് ചെയ്യും? ദൈവം. ഐ വിൽ ബ്ലസ് യു. അടുത്തത്, ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. നിന്റെ പേര് ഞാൻ വലുതാക്കും. ആര് വലുതാക്കും? ഐ വിൽ ബ്ലസ് യുവർ നെയിം ഗ്രേറ്റ്. ഞാൻ നിന്റെ പേർ വലുതാക്കും. ഐ വിൽ മേക്ക് യു ഇൻടു എ നേഷൻ. ഞാൻ നിന്നെ ഒരു ജാതിയാക്കി തീർക്കും. പിന്നെ യു വിൽ ബി എ ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, നീ ഒരു അനുഗ്രഹമായി തീരും.
അടുത്തത്, ഐ വിൽ ബ്ലസ് ദോസ് ഹു ബ്ലസ് യു. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. വെറുതെ അല്ല അബീമേലെക്ക് സാറായെ പിടിച്ചുകൊണ്ട് പോയപ്പോ അബ്രഹാമിനോട് പറഞ്ഞു പോയി അബീമേലെക്കിനെ അനുഗ്രഹിക്കാൻ. ഭാര്യയെ തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പ്ലേഗ് വരുത്തുമെന്ന്, രോഗം വരുത്തുമെന്ന് അബീമേലെക്കിന്. അബീമേലെക്ക് പറഞ്ഞു, ഞാൻ എന്റെ പരമാർത്ഥ ഹൃദയത്തോടു കൂടിയാണ് അത് ചെയ്തത്, അവന്റെ സഹോദരിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ദൈവം പറഞ്ഞു, അറിയാം, എനിക്കതറിയാം, നീ പരമാർത്ഥ ഹൃദയത്തോടു കൂടിയാ ചെയ്തത്. പക്ഷെ അവന് കവനന്റിനകത്തുള്ള ആളാ, കവനന്റിനകത്തുള്ള ആളാ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ന്യൂ കവനന്റിനകത്തുള്ള ആളാ. വി ആർ ദ ബെനിഫിഷ്യറി ഓഫ് ദ ന്യൂ കവനന്റ് ഡീഡ്. നമ്മളെല്ലാവരും കവനന്റിനകത്തുള്ള ആളാ. നമ്മളെ തൊടാൻ ഒക്കത്തില്ല. വിശ്വസിക്കുന്നുവോ? നമ്മളെ തൊടാൻ ഒക്കത്തില്ല. ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ ഒക്കത്തില്ല. വിശ്വസിക്കണം, ഇത് വിശ്വസിച്ചേറ്റെടുക്കണം. ഒരു ശക്തിക്കും നമ്മുടെ നേരെ നിൽക്കാൻ ഒക്കത്തില്ല. ഐ വിൽ കേഴ്സ് ദോസ് ഹു കേഴ്സ് യു. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എല്ലാം ഞാൻ എന്നാ ദൈവം പറഞ്ഞു. എല്ലാം ഞാൻ ചെയ്യുമെന്നാ പറഞ്ഞു. നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം ഇവിടെ എന്തുവാ ചെയ്യുന്നത്? അബ്രഹാം ഒന്നും ചെയ്യുന്നില്ല. അബ്രഹാം ഇത് വിശ്വസിച്ചാൽ മാത്രം മതി. പറഞ്ഞ ദേശത്തോട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും വിട്ട് നാം അബ്രഹാം പോയ പോലെ അബ്രഹാം തന്റെ ഈ വാക്ക് കേട്ട്, ദൈവത്തിന്റെ വാക്ക് കേട്ട്, ദൈവത്തിന്റെ വചനം കേട്ട് യാത്ര ചെയ്താൽ മതി. അബ്രഹാം പിതൃഭവനത്തിലേക്ക്, അബ്രഹാം ദൈവത്തിന്റെ വചനം കേട്ടിട്ട് യാത്ര ചെയ്താൽ മതി. നാമും ദൈവവചനം കേട്ട് അത് വിശ്വസിച്ച് യാത്ര ചെയ്താൽ മതി. ന്യൂ കവനന്റ് ഈസ് an unconditional covenant. It is a deed. It's a covenant between God and Son, God and Jesus. ദൈവവും യേശുവും തമ്മിലുള്ള ഒരു കവനന്റ് ആണ് ന്യൂ കവനന്റ്. The same way Abrahamic covenant is. അബ്രഹാമിന്റെ ഉടമ്പടി, ഞാൻ വളരെ വേഗം നിർത്തുകയാണ്. അബ്രഹാമിന്റെ ഉടമ്പടി എങ്ങനെയായിരുന്നുവോ, അൺകണ്ടീഷണൽ ആയിരുന്നുവോ, അതുപോലെ തന്നെ ന്യൂ കവനന്റ്. അബ്രഹാം അല്ല ഒന്നും ചെയ്യുന്നത്. അബ്രഹാം, ഇനി നമ്മൾ അടുത്ത ആഴ്ച പഠിക്കും, അബ്രഹാം ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോ ഉൽപ്പത്തി 15 ജനസിസ് 15 അബ്രഹാം ഉറങ്ങിക്കിടക്കുക. ദൈവം ഒരു ഗാഢനിദ്ര വരുത്തി അബ്രഹാമിന്. അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴേ കവനന്റ് നടക്കുന്നത്, ഈ ബ്ലഡ് കവനന്റ് നടക്കുന്നത്. മൃഗങ്ങളെ പിളർന്നു വെച്ച് ദൈവം ഒരു ഫ്ലാഷിംഗ്, ഒരു സ്മോക്കിംഗ് ഫേർണസ് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലോട്ട് പോയി, ഒരു ഫ്ലാഷിംഗ് ടോർച്ച് മറു സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് വന്നു, ഒരു തീപ്പന്തം ഇപ്പുറത്തോട്ട് വന്നു. ഈ രണ്ട് പന്തങ്ങൾ കൂടി, രണ്ട് തീയും കൂടെ ഈ രക്തത്തിന്റെ നടുവില്, രക്തം വാർന്ന് ഒലിക്കുന്ന ആ മൃഗങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് കവനന്റ് കട്ട് ചെയ്യുകയാണ്. കവനന്റ് കട്ട് ചെയ്യുമ്പോൾ കവനന്റിന്റെ ബെനിഫിഷ്യറി ഗാഢനിദ്രയിൽ ഉറങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ന്യൂ കവനന്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെ. യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചത് എന്തെന്നാ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്തേക്ക് പാർക്ക, നീ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം മുഴുവൻ തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യം ഞാൻ നിവർത്തിക്കും. ആ കവനന്റ് ഞാൻ നിവർത്തിക്കും. അത്രയുള്ളൂ. അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും.
ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ചിട്ട് നിന്റെ നിന്റെ സന്തതിക്ക് ദേശമൊക്കെയും നിന്റെ സന്തതിക്ക് കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇസഹാക്കിനോട് പറയുകയാണ്. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി വീണ്ടും ഇസഹാക്കിനോട് പറയുക. ഇത് എപ്പോഴാ നടന്നെന്നറിയാമോ? അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഇവിടെ ഇസഹാക്കിനോട് പറയാ. ഇനി അടുത്തത് ഉൽപ്പത്തി പുസ്തകം 28, ജനസിസ് 28:13-15 ഇവിടെ വായി. ജേക്കബിനോട്, യാക്കോബിനോട് ഈ ഉടമ്പടി ഉറപ്പിക്കുക. 28:13-15. അതിന്മീതെ യഹോവ നിന്നോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. മതി. നിന്നെ ഭൂമിയിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് ഞാൻ സന്തതിയെ തരും. യാക്കോബിനോട് പറയുക, നീയും നിന്റെ സന്തതിയും മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും സകല കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നമ്മളെല്ലാം അതിൽപ്പെടുന്ന കുടുംബങ്ങളാ. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം അബ്രഹാമിന് ദൈവം കൊടുത്ത ആ ഉടമ്പടി വഴി ഇസഹാക്കിന് കിട്ടി, യാക്കോബിന് കിട്ടി, ഇപ്പുറത്ത് ദാവീദിന് കിട്ടി. യേശു ക്രിസ്തുവിൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാ. കർത്താവിന്റെ വചനം കേട്ട് അൺകണ്ടീഷണലായത്, കർത്താവിന്റെ വചനം കേട്ട് കർത്താവ് പറയുന്നതനുസരിച്ച് നാം ഓരോ ദിവസവും സ്റ്റെപ്പ് വെച്ച് നാം ഓരോ ദിവസവും മുന്നോട്ട് പോയാൽ മതി. ഇതിനിടയ്ക്ക് സാഹചര്യവശാൽ പറയട്ടെ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് ആയതുകൊണ്ട്, ഇതിനിടയ്ക്ക് യാക്കോബിന്റെ അമ്മയായിരുന്ന റിബേക്ക ഇടയ്ക്ക് ഒരു ചെറിയ സൂത്രപ്പണി ഒന്ന് ചെയ്യാൻ നോക്കി. പക്ഷെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകും, ഇത് നമ്മുടെ പദ്ധതികളൊന്നും വേണ്ട. ദൈവം ഇവിടെ വന്ന് യാക്കോബിനോട് ഈ ഉടമ്പടി ഉറപ്പിക്കുന്നത് 28-ാമത്തെ അധ്യായത്തില് 13-15 വേഴ്സ് നമ്മൾ ഇപ്പം വായിച്ചു കേട്ടു. എന്നാൽ റിബേക്ക, നമ്മുടെ യാക്കോബിന്റെ അമ്മയായ റിബേക്ക അമ്മച്ചി ഇതിനിടയ്ക്ക് ഒരു ചെറിയ സൂത്രപ്പണി നടത്തി അനുഗ്രഹം തട്ടിയെടുക്കാനായിട്ട്. അതിന്റെ ആവശ്യമില്ലായിരുന്നു വാസ്തവത്തില്. അതപ്പോൾ റിബേക്ക അമ്മച്ചിയുടെ തലയില് ഉദിച്ച ബുദ്ധിയായിരുന്നത്. നമുക്കറിയാമല്ലോ, ഇറച്ചി കൊണ്ട് ഞാൻ നിന്റെ മൂത്ത മകനായ ഏശാവാണെന്ന് പറഞ്ഞ് കൊണ്ട് ഇസഹാക്കിന് കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ വാസ്തവത്തില് അത് മാനുഷികമായ ഒരു പദ്ധതി ആയിരുന്നു. ദൈവത്താൽ ഓർഡൈൻ ചെയ്ത ഒരു പദ്ധതി ആയിരുന്നില്ല. എന്നിരുന്നാൽ പോലും ദൈവം നേരിട്ട് യാക്കോബിനെ വന്ന് ആ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി കൊണ്ട് വീണ്ടും ഉറപ്പിച്ച് അനുഗ്രഹിക്കുക. കാരണം എന്താണെന്നറിയാമോ? തെറ്റു വന്നാൽ പോലും നമ്മളൊക്കെ ഉടമ്പടിയിൽ പെടുന്ന ആളുകളായതുകൊണ്ട്, ദൈവത്തിന്റെ കവനന്റിൽ വരുന്ന ആളായതുകൊണ്ട് ദൈവം എല്ലാം അങ്ങ് മാറ്റിമറിച്ച്, നമ്മൾ എടുക്കുന്ന റോങ് ഡിസിഷൻ ഒക്കെ പലപ്പോഴും കർത്താവ് മാറ്റിമറിച്ച് നമ്മളെ ആ ഉടമ്പടിയിലേക്ക് നടത്തിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാനുള്ള പദ്ധതിക്കാ കർത്താവ് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂത്രങ്ങളും നമ്മുടെ ബുദ്ധിശക്തികളും ഒന്നും ഉപയോഗിച്ച് മാനുഷികമായ നിലകളില് നമ്മൾ തീരുമാനം പലപ്പോഴും എടുത്തുപോയി എങ്കിൽ യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. ഗാഡ് ഈസ് ദേർ ആസ് എ GPS. അവനൊരു GPS പോലാണ്. ആ GPS കറങ്ങി തിരിച്ച് ദൈവം നമ്മെ ആ പഴയ ആദ്യത്തെ പോകേണ്ട വഴിയിലേക്ക് കൊണ്ടുവരും. കാരണം നമ്മൾ റോങ് ഡിസിഷൻ എടുത്താൽ പോലും നമ്മൾ ഉടമ്പടിയിൽ പെടുന്നവരാണ്. നമ്മളെല്ലാവരും ഉടമ്പടിയിൽ ഇത് വിശ്വസിക്കണം. നമ്മളിത് വിശ്വസിക്കുമ്പോഴാണ് ഇതിന്റെ നന്മകൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. നമ്മളിത് ചിന്തിക്കുകയും നമ്മളിത് ധ്യാനിക്കുകയും നമ്മൾ ഈ കർത്താവ് കാണിച്ചു തരുന്ന ഓരോ ദിവസവും കർത്താവ് നമ്മുടെ ഉള്ളിൽ വിസ്പർ ചെയ്യുന്ന, കർത്താവ് നമ്മുടെ ഉള്ളിൽ മന്ത്രിക്കുന്ന ആ മന്ത്രണം കേട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മൾ മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മൾ ആ കവനന്റിനകത്തിരിക്കുന്നത്.
നമുക്കറിയാം, ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഇവരെ പുറപ്പെടുവിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവർ പറഞ്ഞു, കുഞ്ഞാടിനെ അറുത്തിട്ട് രക്തം ആ ഡോർ പോസ്റ്റിൽ പുരട്ടണമെന്ന്. അത് അകത്തിരിക്കുന്നവരുടെ മെച്ചം കൊണ്ടല്ല, മറിച്ച് ഒരു മിസ്രൈമൻ, ഒരു ഈജിപ്ഷ്യൻ ആ രക്തം പുരട്ടിയെങ്കിലും ആ രക്തം കണ്ടുകൊണ്ട്, ബ്ലഡ് കവനന്റ് കണ്ടുകൊണ്ട് മാറിപ്പോകുന്ന ദൈവമാണ്. ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് കവനന്റിന്റെ അടിസ്ഥാനത്തിൽ. ദൈവം നമ്മളോട് ഇന്ന് ഇടപെടുന്നത് ന്യൂ കവനന്റ് അടിസ്ഥാനത്തില, നമ്മുടെ പെർഫോമൻസിന്റെ ബേസിസിലല്ല, നമ്മുടെ ചെയ്തികളുടെ ബേസിസിലല്ല. നമ്മൾ ന്യൂ കവനന്റിലേക്ക് വന്നിട്ടുണ്ടോ? നമ്മളോട് കർത്താവ് ഇടപെടുന്നതും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും നമ്മളെ പരിപാലിക്കുന്നതും നമ്മൾ അറിയാതെ തന്നെ പരിപാലിക്കുന്നതും ഒക്കെ ആ ന്യൂ കവനന്റ് ബേസിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.